കാലവർഷം തുടങ്ങി ഒറ്റ മാസം കൊണ്ട് തന്നെ കേരളത്തിലെ മിക്ക ഡാമുകളും പാതിയിലേറെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയോളമാണ് പല ഡാമുകളിലെയും ജലനിരപ്പ്. വനംവകുപ്പിന്റെയും വൈദ്യുതി ബോർഡിന്റെയും പല ഡാമുകളിലെ നിലവിലത്തെ സാഹചര്യം എന്താണ് എന്നത് നമുക്ക് വളരെ വേഗം ഒന്ന് പരിശോധിക്കാം. ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ജലസേചന വകുപ്പിന്റെ ഡാമുകളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. കല്ലട ഡാം 2025 കല്ലട ഡാം, അതായത് ഇപ്പോൾ കല്ലട ഡാമിലെ ജലനിരപ്പ് ആകെ ഉൾക്കൊള്ളാവുന്നതിന്റെ 55% എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ വർഷമാകട്ടെ അത് 44% മാത്രമായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് മലമ്പുഴ ഡാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇപ്പോൾ അത് 63% എന്നുള്ളതാണ്. 2024 അത് 20% അതായത് വളരെ കുറവാണ്. ആ വ്യത്യാസം ഇത്തവണ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചിമ്മിനി ഡാം പരിശോധിച്ചാൽ 73% ജലത്തിന്റെ പരിധി എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം അത് വെറും 24% എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കുറ്റ്യാടി ഡാം പരിശോധിച്ചാൽ അതിൽ ജലനിരപ്പ് 70% എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം അത് 62% തീരെ കുറവല്ല എന്നതാണ്. പീച്ചി ഡാമിലാകട്ടെ നിലവിൽ 53% വെള്ളമുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം 22% ജലം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഡാമിന്റെ സംഭരണശേഷിയിൽ അത്രയും മാത്രം ജലമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനി വൈദ്യുതി ബോർഡ് ഡാമുകളിലെ നിലവിലെ സാഹചര്യം ഒന്ന് പരിശോധിച്ചാൽ ഇടുക്കി ഡാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിലവിൽ ഇടുക്കി ഡാമിൽ 51% വെള്ളമുള്ളത്. കഴിഞ്ഞ വർഷം ഈ സമയം അത് 31% മാത്രമായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇടമലയാർ ഡാം നിലവിൽ സംഭരണശേഷിയുടെ 50% വെള്ളമുണ്ട്, അതായത് പകുതിയോളം വെള്ളമുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 27% മാത്രമായിരുന്നു ജലനിരപ്പ് എന്നുള്ളതും പ്രധാനമാണ്. ഇനി കക്കി ഡാം പരിശോധിച്ചാൽ അത് പകുതിയിലേറെ 54 എന്നുള്ളതാണ്. സംഭരണശേഷിയുടെ 54% ജലമുള്ളപ്പോൾ കഴിഞ്ഞ വർഷം അത് 23% മാത്രമായിരുന്നു ഈ സമയം എന്നുള്ളതാണ്. ഷോളയാർ ഡാമിൽ ഇപ്പോൾ 47%, 2024 അത് വെറും 11% മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം ഈ സമയം. ബാണാസുര സാഗർ ഡാമിൽ 64% ആണ് നിലവിൽ ജലമുള്ളത്. കഴിഞ്ഞ വർഷം അത് 13% മാത്രമായിരുന്നു. അതായത് ഇത്തവണത്തെ വർദ്ധിച്ച മഴ എന്നുള്ളതാണ് ഈ ഡാമുകളിലെ ഉയർന്ന ജലനിരപ്പിന് കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡാമുകൾ നിറഞ്ഞു തുടങ്ങി എന്നുള്ളത് കൊണ്ട് തന്നെ വൈദ്യുതോത്പാദനവും പരമാവധിയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. 4.5 കോടിയോളം യൂണിറ്റ് ജലവൈദ്യുതി ഇപ്പോൾ ദിനം പ്രതി ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഉത്പാദനം കൂട്ടിയതോടെ 50%-ഓളം ജലവൈദ്യുതി സംസ്ഥാനം നിലവിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. അങ്ങനെ വലിയ മഴ ഈ ഒരു മാസം തന്നെ പിന്നിടുമ്പോഴേക്കും അണക്കെട്ടുകൾ തുറക്കുന്ന ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് വലിയ മഴ ഇത്തവണ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കണക്കുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്.